യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഒരു യഥാർത്ഥ സുവിശേഷകൻ താൻ ആയിരിക്കുന്നിടത്തു നിന്ന് പല സ്ഥലത്തേക്കും യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുന്നവനാണ്. ഗ്രാമങ്ങളിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക്, പട്ടണത്തിൽ നിന്നും പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങൾ കടന്ന് സുവിശേഷം അറിയിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ കണ്ടെത്തുന്നു, അവരോടൊപ്പം താമസിക്കുന്നു, കൂട്ടായ്മ അനുഭവിക്കുന്നു. ഇതൊക്കെ ആത്മീയ വർധനവിന് കാരണമായി തീരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 7 മുതൽ 14 വരെ വായിക്കുമ്പോൾ യെരുശലേമിലേക്കുള്ള യാത്രക്കിടയിൽ പൗലോസും കൂട്ടരും അവസാനമായി കൈസരിയ എന്ന പ്രദേശത്ത് എത്തിയതായി കാണാം. പല ദിവസങ്ങൾ അവർ കൈസരിയയിൽ പാർത്തു. അവിടെയും അവർ ശിഷ്യന്മാരെ കണ്ടെത്തി. മേശമേൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്ത 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന വ്യക്തി കൈസരിയയിൽ കുടുംബമായി പാർത്തിരുന്നു. സുവിശേഷകൻ എന്ന പദം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യമേ കാണുന്നുള്ളൂ. എഫേസ്യ ലേഖനം 4 അധ്യായത്തിലും 2 തിമോത്തിയോസ് 4 അധ്യായത്തിലും നമുക്ക് ബാക്കി കാണാം. ഫിലിപ്പോസ് ഒരു സുവിശേഷകൻ ആയിരുന്നു. സുവിശേഷകൻ എന്ന വാക്കിന്റെ അർത്ഥം സുവാർത്ത പ്രഖ്യാപിക്കുന്നവൻ എന്നാണ്. ഒരുപക്ഷെ ഫിലിപ്പോസിനെയും പൗലോസിനെയും അപ്പോസ്തല പ്രവൃത്തികളിൽ വീണ്ടും ഒരുമിച്ച് കാണുന്നത് ഇത് 2ാം പ്രാവശ്യമാണ്. 7 അധ്യായത്തിൽ 7 പേരിൽ ഒരുവനായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്ന അവന്റെ വസ്ത്രം സൂക്ഷിച്ച ശൗൽ എന്ന പൗലോസിനെയും ഫിലിപ്പോസിനെയും വീണ്ടും ഒരുമിച്ച് കാണുന്നത് 21 അധ്യായത്തിലാണ്. 7 അധ്യായത്തിൽ എതിർദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇതാ ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. ലൂക്കോസ് പറയുന്നു, ഫിലിപ്പോസിന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നുവെന്ന്. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവചിക്കുന്ന 4 പുത്രിമാർ. അപ്പൻ സുവിശേഷകൻ, പുത്രിമാർ 4 പേരും പ്രവാചകികൾ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരുന്നു അത് എന്ന് നമുക്ക് മോഹിക്കാം. 7 പേരിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. ഡീക്കനായിരുന്നു, പ്രസംഗകനായിരുന്നു, സുവിശേഷകനായിരുന്നു, പണ്ഡിതനായിരുന്നു, ഒരു പിതാവായിരുന്നു. ഈ നിലകളിലൊക്കെയും ഒരു മാതൃകയുള്ള വ്യക്തിയാണ് ഫിലിപ്പോസ്. തിമോത്തിയോസിന്റെ 1 ലേഖനത്തിൽ 3 അധ്യായം 12 വാക്യത്തിൽ പറയുന്നു, ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന്. ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കന്യകമാരായ 4 പെൺമക്കളുള്ള ഭവനം, ദൈവദാസന്മാർക്ക് ആതിഥ്യമരുളിയ ഭവനം. ഈ പ്രവാചകിമാരുടെ ഏതെങ്കിലും പ്രവചനം അപ്പോസ്തല പ്രവൃത്തികളെ പരാമർശിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ സ്ത്രീകൾ പ്രവചിച്ചതായി നമുക്കറിയാം. മിരിയാം, ദെബോറ, ഹുൽദ ഇവരൊക്കെ പ്രായപൂർത്തിയായ കുടുംബജീവിതം നയിച്ചിരുന്ന പ്രവാചകികളായിരുന്നു. ഇവിടെ ഈ 4 പേരും കന്യകമാരായിരുന്നു. ഒരുപക്ഷെ ലൂക്കോസ് ഇത് വിവരിക്കുമ്പോൾ അവരുടെ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വേണം കരുതുവാൻ. ദൈവത്തിന് മുഖപക്ഷമില്ല, ലിംഗഭേദവുമില്ല. പുത്രന്മാരെയും പുത്രിമാരെയും പരിശുദ്ധാത്മാവിനാൽ പ്രവചിക്കുന്നവരായി ദൈവം മാറ്റി. ആ വീട്ടിൽ 5ാമതിതാ ഒരു പ്രവാചകൻ എത്തിയിരിക്കുന്നു, അഗബോസ്. യഹൂദിയിൽ നിന്ന് ഫിലിപ്പോസിന്റെ ഭവനത്തിലെത്തിയതാണ് അഗബോസ്. നോക്കൂ, 3ാം മിഷണറി യാത്ര മധ്യേ കർത്താവ് ഒരുക്കിയ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു അത്. പൗലോസും കൂട്ടരും, ഫിലിപ്പോസും കുടുംബവും, 4 പ്രവാചകിമാർ, ഒരു പ്രവാചകൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയായിരിക്കണം അവിടെ നടന്നത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. 4 പ്രവാചകന്മാർ പ്രവചിക്കാത്തത് അഗബോസ് പ്രവചിച്ചു. പൗലോസിന്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികൾ കേൾപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. 11 അധ്യായത്തിൽ അഗബോസ് പറഞ്ഞ ഒരു പ്രവചനം നാം പഠിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഒരു മഹാക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അത് നടക്കുകയും ചെയ്തു. ഇവിടെ പൗലോസിന്റെ അരക്കച്ചയെടുത്ത് സ്വയം ബന്ധിച്ചു കൊണ്ട് നടത്തിയ പ്രവചനം പഴയ നിയമ പ്രവാചകന്മാരെ പോലെ നടത്തിയ ഒരു പ്രവചനമാണ്. ഓരോ പ്രവചനവും ആത്മീയ വർധനയ്ക്കും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനുമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഇവിടെ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയാണ് യെരുശലേമിൽ പൗലോസിനെ കാത്തിരിക്കുന്നത് ബന്ധനമാണ്. സോർ നിവാസികൾ പറഞ്ഞതുപോലെ യെരുശലേമിലേക്ക് പോകരുത് എന്ന് കൈസരിയിലുള്ളവരും പൗലോസിനോട് അപേക്ഷിച്ചു. അവർ കരഞ്ഞു. പൗലോസിന്റെ ഹൃദയം തകർന്നു. തങ്ങളിപ്പോൾ യെരുശലേമിൽ നിന്ന് വെറും 60 മൈൽ മാത്രം അകലെയാണ്. യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് നല്ലതൊന്നുമല്ല. ബന്ധിക്കപ്പെടും, ജാതികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ചുറ്റും നിൽക്കുന്നവർ പോകരുത് പോകരുത് എന്ന കണ്ണുനീരോടെ പറഞ്ഞിട്ടും പൗലോസിന്റെ തീരുമാനം ശക്തമായിരുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും ഞാൻ തയ്യാറാണ്. 21 അധ്യായം
14 വാക്യത്തിൽ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പൗലോസിനെ നമുക്ക് കാണാം. ലൂക്കോസ് സുവിശേഷത്തിനകത്ത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയ ദൈവേഷ്ടത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഗെത്സമനയിൽ യേശു തന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഏത് വലിയ പ്രവാചകന്റെ പ്രവചനത്തിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന്റെയും ആലോചനയ്ക്കും കീഴടങ്ങുന്നവനല്ല, മറിച്ച് ദൈവഹിതം ആരാഞ്ഞ് മനസ്സിലാക്കി ദൈവഹിതത്തിന് കീഴടങ്ങുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവഭക്തൻ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പട്ടിണിയും രോഗവും ദുഃഖവും ഒക്കെ കടന്നു വരുമ്പോൾ ഇതൊക്കെ ദൈവഹിതമല്ല, ഒരു ദൈവപൈതലിന് ഇതിനെ കൂടി കടക്കേണ്ടത് ആവശ്യമില്ല എന്നല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. 20 വർഷം മുമ്പ് തന്നോട് പറഞ്ഞത് നിവൃത്തിയാക്കുവാൻ സമയമായി എന്ന് പൗലോസിന് മനസ്സിലായി. ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമായിരുന്നു പൗലോസ്. ഇനിയും രാജാക്കന്മാരോട് ചിലത് പറയാൻ താൻ യെരുശലേമിൽ ബന്ധനത്തിലായേ പറ്റൂ. ആയതിനാൽ ദൈവഹിതമാണ് ഈ യെരുശലേമിലെ ബന്ധനമെന്ന് ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ് പൗലോസ്. അദ്ദേഹത്തെ പോലെ ആയിത്തീരുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രവചനം കേട്ട് ഭയപ്പെടാതെ, കണ്ണുനീർ കണ്ട് പിന്മാറാതെ സധൈര്യം മുന്നോട്ട് പോകാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.